ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ ഇൻട്രോ പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഇൻട്രോ ഇവിടുന്ന് എടുക്കുന്നത്. അപ്പോൾ ഇൻട്രോ മാത്രമേ ഇവിടുന്നുള്ളൂ. നമുക്ക് നാളെ ഒരു സ്ഥലം വരെ പോകുന്നുണ്ട്. അപ്പം ഇത് നമുക്ക് നാളെ കാണാം കേട്ടോ. അപ്പം ആ വീഡിയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ഞാൻ ഇടുന്നതായിരിക്കും. കാരണം നാളെ രാവിലെ വെളുപ്പിനാണ് പോകുന്നത്. അപ്പം എനിക്ക് ഒന്നാമത്തെ കാര്യം എഴുന്നേക്കാൻ മടിയുള്ള കൂട്ടത്തിലാണ്. പിന്നെ എണീറ്റ് വന്നാൽ തന്നെയും വീഡിയോ എടുക്കാനായിട്ടും ബുദ്ധിമുട്ടും മടിയൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അതിനുള്ള ആ ഒരു മൂഡൊന്നും ഉണ്ടാകത്തില്ല ആ സമയത്ത്. അപ്പം അതുകൊണ്ട് ഞാൻ ഇൻട്രോ ഇവിടെ നിന്ന് എടുത്തിട്ട് മീൻസ് തലേ ദിവസം വൈകുന്നേരം ഇപ്പോൾ സന്ധ്യ ആവാറായിട്ടോ. അപ്പോൾ വെട്ടം പോണതിന് മുന്നേ എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പരിപാടികൾ ഉള്ളത് കൊണ്ട് എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് നാളെ പോകുമ്പം ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് കാണിച്ച് നമുക്ക് പോകാട്ടോ. ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആണ് അങ്ങോട്ട് പോകാനായിട്ട്. കുറേ നാൾ ഞാൻ ആഗ്രഹിച്ചിരുന്നൊരു സ്ഥലമാണ്. അപ്പം എന്ന് വെച്ചാൽ ഞാൻ പോയിട്ടില്ലെന്നല്ല, കുറേ നാളുകൾക്ക് ശേഷം ഞാൻ പോകുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു 10-12 മാസമായി, ഒരു വർഷമായി പോയിട്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അവിടെ. അപ്പം അതിൻ്റെ കുറച്ച് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായി കാണും. എന്നാലും ഞാൻ പറയുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് നാളെ പോകുന്ന വഴിക്ക് കാണാം. രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ്, ഞാൻ പറഞ്ഞില്ല എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് ഭയങ്കര പേടിയായിരുന്നു. കാരണം കിടന്നത് തന്നെ കുറേ സമയം ലേറ്റായിട്ടായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റ് എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. എന്നാലും എനിക്ക് പോകണമെന്ന് ഞാൻ മനസ്സിൽ, നമ്മളൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നത് കൊണ്ടും ഞാൻ പോകാനായിട്ട് ഇഷ്ടപ്പെടുന്നത് ആ മടിയൊക്കെ അങ്ങ് മാറ്റി വെച്ച് എല്ലാം സെറ്റാക്കാണ്. അപ്പം ഞാനാണെങ്കിൽ ഞങ്ങളെന്നാൽ പിന്നെ ഒന്നൊരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ബസ്സിനാണ് പോകുന്നത്. അപ്പം ഹസ്ബൻഡ് എന്നെ ബസ് സ്റ്റാൻഡിൽ ആക്കുന്ന ഇതുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, കയറുന്നതിന് മുന്നേ ഒരു ചായ കുടിച്ചിട്ട് കയറുവാണെങ്കിൽ വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും കഴിക്കാം. അപ്പം കാരണം നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ഒരു സമയമാവും. അപ്പം കുറേ ടൈം എടുക്കും വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് വേഗം ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലാക്കാണ് നമ്മൾ കൃപാസനത്തിലോട്ടാണ് പോകുന്നത്. പക്ഷേ ഞാൻ ഒരു സോറി നിങ്ങളുടെ അടുത്ത് ആദ്യം പറയുകയാണ്. എനിക്കൊരു വീഡിയോ പോലും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കൊണ്ട് നമ്മൾ ഫോൺ യൂസിങ് കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ. ഫോണൊന്ന് അലൗഡ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മൊബൈൽ, നമ്മൾ പുറത്തെ കാര്യങ്ങളല്ലാതെ വേറെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അവിടെ ചെന്നിട്ടുള്ള ഒരു കാര്യവും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കായിരുന്നു. ഫോണും പിടിച്ച് അങ്ങനെ നടക്കുന്നത് അത് മോശമായിട്ടുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് തിരക്കൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഉടമ്പടി എടുക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രാർത്ഥനയോടുകൂടി നമ്മൾ പോകണ്ടേ. അപ്പോൾ അതുകൊണ്ടാട്ടോ എനിക്ക് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഒരു പ്രാവശ്യം കൃപാസനത്തിൽ പോയൊരു വീഡിയോ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ സങ്കടമൊന്നും തോന്നുന്നില്ല. പിന്നെ എനിക്ക് എടുക്കാത്തതുകൊണ്ടൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് എല്ലാ മാസവും പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇന്നൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നില്ല. ഈ പുറത്തെ കാഴ്ചകളും പിന്നെ എൻ്റെ മുഖത്തിൻ്റെ കുറേ എക്സ്പ്രഷൻസും അല്ലാതെ എനിക്ക് വേറെ ഒന്നും എടുക്കാനായിട്ടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഇടയ്ക്ക് ബസ്സിൽ കയറിയപ്പോഴൊക്കെയാണ് ഭയങ്കര തിരക്കായിരുന്നു. അപ്പം ഫോൺ എടുക്കാനുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളിത് ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ജസ്റ്റ് പുറത്തുനിന്നൊരു വ്യൂ, ഞാനവിടെ പോയി എന്നുള്ളതും തെളിയിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പുറത്തുനിന്നൊരു വ്യൂ, അത് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ വേഗം ബസ് വന്നിട്ട് വേഗം കയറുക ചെയ്തേ. ഞാനും മമ്മി ഞങ്ങൾ ഒത്തിരി ടയേർഡായിപ്പോയായിരുന്നു. പിന്നെ ഒത്തിരി ലേറ്റായിരുന്നു. ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം 5 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പോയതുകൊണ്ട് പ്രാർത്ഥനയോട് കൂടി തന്നെ പോയി തിരിച്ചു വരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ആണെങ്കിൽ ഞാൻ ഉടമ്പടി എടുക്കാനും മമ്മി ഉടമ്പടി പുതുക്കാനും വേണ്ടിയിട്ടാട്ടോ പോയത്. ആക്ച്വലി ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഭയങ്കര നല്ല രീതിയിൽ മുന്നോട്ട് പോകുമായിരുന്നു. എനിക്ക് കുറച്ച് സ്റ്റക്ക് വന്നു. എനിക്ക് പോകാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. നമുക്ക് തടസ്സം വരുന്നു എന്ന് പറഞ്ഞ പോലെ എനിക്കങ്ങനെ മീൻസ് ചിലപ്പോൾ എൻ്റെ സൈഡിൽ നിന്നുള്ള മിസ്റ്റേക്കും കൊണ്ടാവാം, എനിക്കറിയത്തില്ല. എന്നാലും എനിക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. ഒരു വർഷം ആകുന്നു എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എനിക്ക് ഓർമ്മയില്ല.
എന്തായാലും എനിക്കത് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഉടമ്പടി റീസ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്തത്. കാരണം അത്രയും നാളും പോവാതിരുന്ന അത്രയും ഗ്യാപ്പ് വന്നു. എനിക്ക് പ്രാർത്ഥിക്കാൻ അങ്ങനെ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു പുതിയതായിട്ട് ഒരു ഉടമ്പടി എടുത്ത് പുതിയതായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത്. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു പോയിട്ട് വന്നതിന് ശേഷം. പിന്നെ നമ്മൾ ഉടമ്പടിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പം മുന്നോട്ട് ഇങ്ങനെ പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. മമ്മി ഉടമ്പടി പുതുക്കി. പിന്നെ ഞാൻ കഴിഞ്ഞ ഉടമ്പടിയിൽ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. സാക്ഷ്യമൊന്നും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമായേനെ. പക്ഷെ അതിലെനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയതുകൊണ്ട് ഒരു സന്തോഷം. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. നമ്മൾ ഏകദേശം തിരിച്ച് പോരുന്നു. വീട്ടിലേക്ക് പോകുന്ന ഭാഗങ്ങളാട്ടോ കാണുന്നത്. രാത്രിയായിരുന്നു. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് 9 മണി രാത്രിയായിരുന്നു. വീട്ടിൽ നിന്ന് രാവിലെ 5 മണിയായപ്പോൾ ഇറങ്ങിയതാണ്. ഇപ്പോൾ 9 മണി രാത്രിയായിട്ടോ വീട്ടിലെത്തിയപ്പം. അപ്പം അത്രയും ലേറ്റ് ആയിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ആ ഒരു ദിവസം ഈശോയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാനായിട്ട് പറ്റിയല്ലോ എന്ന് ഓർത്തിട്ടൊരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ മാതാവിനെ കണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവരുടെ നിയോഗങ്ങളെല്ലാം ദൈവം സാധിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇതിന് നെഗറ്റീവ് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. മീൻസ് ഒത്തിരി ആൾക്കാരുണ്ട് നെഗറ്റീവായിട്ട് പറയുന്നത് ചിന്തിക്കുന്നു. അപ്പം നമ്മൾ നമ്മുടെ ഇഷ്ടവും നമ്മുടെ ആഗ്രഹങ്ങളും ഒക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് മീൻസ് ആ ഒരു ഇതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കി അതിനെ റെസ്പെക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം അതുകൊണ്ട് എല്ലാവരും മീൻസ് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ കാണുന്നില്ലെങ്കിൽ കാണണ്ട, തള്ളിക്കളഞ്ഞങ്ങ് പോയാൽ മതി. അതിനെ എന്താ പറയുക, നെഗറ്റീവായിട്ട് പറഞ്ഞ് പോകണ്ട എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പം നമ്മൾ പ്രിയദർശിനിയിലാട്ടോ പോയത്. നമുക്ക് അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഒരു ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. എന്നാലും ഞാൻ അത്രയും മോട്ടിവേറ്റ് ചെയ്യുന്നില്ല അതിന് വേണ്ടിയിട്ട്. ഓക്കെ, അർഹതപ്പെട്ടവർക്ക് അതൊക്കെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ ജസ്റ്റ് പോകുമ്പം ഓരോ പള്ളി, അതായത് രാത്രി ആകുമ്പോഴത്തേക്കും പള്ളിയിൽ ഇങ്ങനെ വെട്ടമൊക്കെ ഇട്ട് കാണുമ്പോൾ നല്ല രസമല്ലേ. അപ്പം ഞാനിങ്ങനെ ഓരോ സ്ഥലത്തോടെ പോകുമ്പോൾ ഇങ്ങനെ കാണുമ്പോഴും ഞാൻ ജസ്റ്റ് ആ ഒരു ഭാഗം വരുമ്പോൾ വീഡിയോ എടുക്കും കേട്ടോ. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ബസ് നല്ല ബ്ലോക്കായിരുന്നു. അപ്പോൾ പതുക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പം അങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം, നല്ല രസമായിരുന്നു. പിന്നെ ഏകദേശം അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾക്ക് ബസ്സിൽ കയറിയപ്പോൾ ഇരിക്കാൻ സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ സമയം നിന്നൊക്കെ വന്നേ. എന്നാലും കഷ്ടപ്പാടുകൾ സഹിക്കണം, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം എല്ലായിടത്തും തന്നെ ബ്ലോക്കായിരുന്നു. ഞങ്ങളിവിടെ എത്തുന്നോടം വരെ നല്ല ബ്ലോക്കായിരുന്നു. പിന്നെ ഞങ്ങളെത്താറൊക്കെ ആയപ്പോഴത്തേക്കും ഹസ്ബൻഡ് കൂട്ടാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോയി. ഇത്രയേ ഉള്ളൂ ഏകദേശം നമ്മുടെ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നല്ല നല്ല വീഡിയോസായിട്ട് വരാം. വെയിറ്റ് ചെയ്യണം, നല്ല വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ പുറകെ. ഓക്കെ, ബൈ.